രചന അഖില അഖി. ഈ വയറ്റിലൊരു ജീവനെ തുടിപ്പറിയുന്ന നിമിഷമെങ്കിലും നീ എന്നെ സ്നേഹിക്കില്ലേ പെണ്ണെ? വിദ്യുതിന്റെ വേദന നിറഞ്ഞ ചോദ്യത്തിന് മറുപടി നൽകാനാവാതെ അവൾ തലയിണയിലേക്ക് മുഖം വീഴ്ത്തി. അറിയാം, നിന്നോടൊന്നല്ല ഒരു പെണ്ണിനോടും ചെയ്യാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തു പോയത്. പണത്തിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും ഇംഗിതങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. തെറ്റേത് ശരിയേത് എന്നൊന്നും പറഞ്ഞെന്ന് തിരുത്താൻ ആരുമില്ലാത്തതിൻ്റെ അഹങ്കാരം, മദ്യം, സിഗരറ്റ്, എല്ലാത്തിനും ഉപരി ചൈത്രയോടുള്ള എൻ്റെ പ്രണയം ഒക്കെ കൂടി എന്നെ ഭ്രാന്തനാക്കി. അവൾക്ക് മാത്രം ഇടം കൊടുത്ത എൻ്റെ ജീവിതത്തിലേക്ക് അമ്മയുടെ നിർബന്ധപ്രകാരം ഇടിച്ചു കയറി വന്നവളായി നിന്നെ ഞാൻ കണ്ടുപോയി. ദ്രോഹിച്ചു, എൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരച്ചു. എങ്ങനെ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. ചൈത്രയെ വിധി എന്നിൽ നിന്ന് അകറ്റിയിട്ടും ഒരു താലിയുടെ ബലം പോലും ഇല്ലാതെ എൻ്റെ പാതി അവളായിരുന്നു. എൻ്റെ ചൈത്ര എന്നിൽ നിന്ന് അകറ്റാൻ വന്നവളാണ് നീ എന്ന തോന്നൽ. നിന്നെ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നടന്ന വിവാഹം ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടും ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാതെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ വന്നൊരുവൾ. ചൈത്രയുടെ സ്ഥാനം നീ പിടിച്ചടക്കൂ, അവളുടെ ഓർമ്മകൾ പോലും നീ എന്നിൽ നിന്നും പിഴുതെറിയുമോ എന്നൊക്കെയുള്ള ഭയം എൻ്റെ മനോനില തെറ്റിച്ചു. അറിയാം, ഏറ്റുപറച്ചിലൊന്നും നമ്മുടെ കാര്യത്തിൽ സ്വീകാര്യമല്ലെന്ന്. പക്ഷേ ഞാനിപ്പോൾ നിന്നെ പ്രണയിക്കുന്നു വരുണി, ഒരുപാട് സ്നേഹിക്കുന്നു. തിരിച്ചൊരു നോട്ടം കൊണ്ടുപോലും അവൾ കടാക്ഷിയില്ലെന്ന് അറിഞ്ഞിട്ടും ഏറെ നേരം അവനാ നിൽപ്പ് തുടർന്നു. പിന്നെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി. വാതിലടയുന്ന ശബ്ദം കേട്ടതും വരുണി കണ്ണുകൾ തുറന്ന് ബെഡിലേക്ക് നിവർന്നു കിടന്നു. ഒരു വർഷം അവൻ്റെ ഭാര്യ പദവി എല്ലാവർക്കും മുന്നിൽ നിറഞ്ഞാടി. ഇത്രകാലം അവൻ്റെ ഇഷ്ടത്തിനൊരു പാവക സമാനമായി ജീവിച്ചു. താൻ വിദ്യുതിൻ്റെ ഭാര്യയാണെന്ന് അയാൾ ഒരിക്കലെങ്കിലും ഓർത്തിരുന്നു. തൻ്റെ മനസ്സറിയാനെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നു. വന്ന ദിവസം മുതൽ അവൻ്റെ പ്രാന്തൊക്കെ അനുഭവിച്ചിട്ടല്ലേ ഉള്ളൂ. ആത്മാഭിമാനം വ്രണപ്പെട്ട വരുണി ഇന്ന് ശവത്തിന് തുല്യമാണ്. നിലവിളക്കുമായി ആ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം നടത്തുമ്പോൾ തനിക്ക് നേരെ കത്തുന്ന നോട്ടമറിഞ്ഞു പോകുന്നവനെ നോക്കി നിൽക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വല്ലാത്ത പേടി തോന്നി അവന്. താൻ സ്വയം തിരഞ്ഞെടുത്ത വിധി അപ്പോൾ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ്. ഭയം തോന്നി അവൻ്റെ അടുത്തേക്ക് പോവാൻ. ഒടുവിൽ മടിച്ച് മുകളിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. വിറയാർന്ന കൈകളോടെ വാതിലിൻ്റെ ഹാൻഡിൽ അമർത്തുമ്പോൾ ശ്വാസം അടക്കി പിടിച്ചു. അവനെ അവിടെയൊന്നും കാണാത്ത വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് അതെന്ന് അറിഞ്ഞില്ല. വേഗം ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ കണ്ണുകൾ അവനെ തേടിയെങ്കിലും കണ്ടില്ല. അവനിവിടെ ഇല്ല മോളെ, കുറച്ച് കഴിഞ്ഞ് വരും കേട്ടോ. റിസപ്ഷൻ വേറെ ദിവസമായതുകൊണ്ടാണ് അധികം ആരെയും ക്ഷണിക്കാത്ത തന്നെ. ആർഭാടം വേണ്ടാന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചു. നമുക്ക് റിസപ്ഷൻ ഗംഭീരാക്കണം. പിന്നെ അവൻ്റെ മുൻകോപം എടുത്തിയാട്ടം ഒഴിച്ച ആളൊരു പാവ. മോൾക്ക് പൊരുത്തപ്പെടാൻ സമയമെടുക്കും. എന്നാലും എൻ്റെ മോൻ്റെ കൂടെ ജീവിതാവസാനം വരെ നീ ഉണ്ടാവണം. അമ്മയുടെ വാക്കുകൾ കേട്ട് നേരത്തെ ചിരിയോടെ നിന്നെങ്കിലും അവൻ്റെ ദേഷ്യം താങ്ങാനുള്ള ശേഷി തനിക്കുണ്ടാവുമോ? ആ ഒരു ചോദ്യം ഭയത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു. വളർത്തി വലുതാക്കിയവരുടെ നിർബന്ധവും ആരോടെല്ലാമുള്ള കടപ്പാടിൻ്റെ പേരിലും ബലി നൽകേണ്ടി വന്ന് തൻ്റെ ജീവിതം. ഓരോന്ന് ഓർത്തുകൊണ്ട് ക്ഷീണം തലോടിയപ്പോൾ മിഴികൾ മെല്ലെ അടഞ്ഞു. ഏറെ നേരം കഴിഞ്ഞതും ശരീരത്തിനെന്തോ ഇഴയുന്ന പോലെ തോന്നിയതും ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ശബ്ദമുയർത്താൻ തുടങ്ങും മുമ്പേ ആ കൈകൾ വായ അമർത്തി പിടിച്ചിരുന്നു. പിടഞ്ഞുകൊണ്ട് ദേഹത്തമരുന്നവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി. എന്താടി, ഞാനും തൊട്ടപ്പോഴേക്കും പൊള്ളിയോ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് മറന്നുപോയടി.
മദ്യത്തിന്റെ രൂക്ഷഗന്ധവും കാമ നിറഞ്ഞ കണ്ണുമായി തന്നെ സമീപിക്കുന്നവരെ നോക്കി വേദനയോടെ കണ്ണു നിറച്ചു. വിറച്ചുകൊണ്ടവൾ അവന് നേരെ കൈകൾ കൂപ്പി. അതിൽ യാചനയുടെ ഭാഷയുണ്ടായിരുന്നു. എന്താടി നിന്റെ വീറും വാശിയും പോയോ? അവളുടെ വായ മൂടി വെച്ച കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവൻ സീറി. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പറയുന്നത് കേൾക്ക്. അവളുടെ സംസാരം ഉയർന്ന നിമിഷം തന്നെ ആ അധരങ്ങൾ അവളുടെ അധരങ്ങളുമായി കൊരുത്തിരുന്നു. ശ്വാസം കിട്ടാതെ കണ്ണ് മിഴിഞ്ഞു പോയപ്പോഴും അവളുടെ പിടച്ചിലുകൾ അവൻ ആസ്വദിക്കുകയായിരുന്നു. വായിൽ ഇരുമ്പു ചുവറിഞ്ഞിട്ടും ചോര കിണിഞ്ഞിട്ടും അവൻ അവന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ ബോധം മറയുമെന്നായപ്പോൾ അവൻ പിന്മാറി. നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസം വലിക്കുന്നവൾ പുച്ഛത്തോടെ നോക്കി. അടുത്ത നിമിഷം തന്നെ അവൻ അവളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. എല്ലു നുറുങ്ങുന്ന വേദനയിൽ അവളെ തന്റെ കയ്യിലും തോളിലും അമർത്തിപ്പിടിച്ചു. വീണ്ടും അവനിലേക്ക് അടുപ്പിച്ച് മദ്യം കലർന്ന ഗന്ധം അവളിലേക്ക് പകരുമ്പോൾ തനി ചെകുത്താനായി മാറിയിരുന്നവൻ. അവളുടെ ഇരുകൈകളും അവനെ പ്രതിരോധിക്കാൻ ഉയർന്നെങ്കിലും അവൻ അതിനെ തടഞ്ഞു വെച്ചു. ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുമ്പോൾ ദുർബലയായിരുന്നവൻ. വേദന നൽകിക്കൊണ്ട് അവന്റെ ദന്തങ്ങളും നഖങ്ങളും ശരീരമായ മുറിവേൽപ്പിക്കുമ്പോൾ തളർച്ചയോടെ തോൽവി സമ്മതിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. തോറ്റുപോയെന്ന് തോന്നിയ നിമിഷം, മരിക്കാൻ തോന്നിയ നിമിഷം, അവന്റെ ഭ്രാന്തിന് അടിമപ്പെടേണ്ടി വന്ന നിമിഷം. കണ്ണുകൾ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അവസാനം വേദന മാത്രം നൽകിക്കൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളൊന്ന് ഉയർന്നു പൊങ്ങി. ചുണ്ടുകൾ കടിച്ചു പിടിച്ച് പിടഞ്ഞുപോയി. നിശബ്ദമായുള്ള അവളുടെ തേങ്ങൽ അവനിൽ ആവേശം നിറച്ചു. അവന്റെ ഭ്രാന്തിന്റെ മൂർധന്യാവസ്ഥയിൽ നഖം കൊണ്ട് അവനെ മുറിവേൽപ്പിച്ചു. അതേ നിമിഷം അവൻ വന്യമായി വീണ്ടും അവളെ നോവിച്ചുകൊണ്ടിരുന്നു. അവന്റെ ബലിഷ്ഠമായ ശരീരത്തിന് താഴെ അവൾ ഞെരിഞ്ഞമർന്നു. അവളുടെ തേങ്ങലുകൾ ആ 4 ചുമരുകളിൽ തട്ടി പരിണമിച്ചു. ആ മഹാപ്രളയം താങ്ങാനാവാതെ അവൾ അബോധാവസ്ഥയിലേക്ക് വീണിരുന്നു. വിജയീഭാവത്തിൽ അവൻ അവളിൽ നിന്ന് അടർന്നു മാറി. അരികിലായി വാടിത്തളർന്ന് കിടക്കുന്നവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നഗ്നമായ ദേഹത്തേക്ക് പുതപ്പെടുത്തെറിഞ്ഞ് നിദ്രയിലേക്ക് ഊപ്പൂത്തി. നേരം പുലർന്നു തുടങ്ങുമ്പോഴേക്ക് അവൻ ഉണർന്നിരുന്നു. പകയോടെ കണ്ണിലിരിഞ്ഞ പ്രതികാരാഗ്നി അവനിൽ ആളിപ്പടർന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അടുത്തുള്ള ടേബിളിൽ നിന്ന് സിഗരറ്റ് കയ്യിലെടുത്തു. അത് ആഞ്ഞു വലിച്ച് ദേഷ്യം മുഴുവൻ തീർത്തു. അവസാന പഫും കഴിഞ്ഞ് കയ്യിലിരുന്നിരുന്ന ചുവപ്പിലേക്ക് നോക്കി നിന്നു. അപ്പോൾ അതേ ചുവപ്പിന് സമമായിരുന്നു അവന്റെ കണ്ണുകളും. എഴുന്നേറ്റ് ബാൽക്കണിയിലെ ഗ്ലാസ് ഡോർ തുറന്നു. പുലർന്നു വരുന്ന പ്രഭാതം നോക്കി മനസ്സിലെ താപം ശമിപ്പിക്കാൻ ശ്രമിച്ചു. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പെട്ടെന്ന് എന്തോ ഓർത്ത് തിരികെ മുറിയിലേക്ക് നടന്നു. അവൻ എത്തുമ്പോഴേക്കും അവൾ ഉണർന്നിരുന്നു. ക്ഷീണം ബാധിച്ച മുഖവും കരഞ്ഞു കലങ്ങിയ മിഴികളുമായി കട്ടിലിരിക്കുന്നവളെ കണ്ടതും യാതൊരു ഭാവമാറ്റവും അവന് ഉണ്ടായിരുന്നില്ല. അവൾ അടുത്തേക്ക് നടന്നു വരുന്നവരെ കണ്ടതും പേടിയോടെ മിഴികൾ പൂട്ടി ചുമരിനടുത്തേക്ക് ചുരുണ്ടു നീങ്ങി. അവന്റെ മുഖം പോലും ഇനി കാണാൻ താല്പര്യമില്ലാതെ കാൽമുട്ടിന് മീതെ മുഖം പൂഴ്ത്തി. അവളുടെ ആ പ്രവൃത്തിയിൽ മുരണ്ടുകൊണ്ട് പാഞ്ഞു വന്നവൻ മുടി കുത്തിപ്പിടിച്ച് വലിച്ചു. വേദന കൊണ്ട് നിറഞ്ഞു തുളുമ്പിയ മിഴികളാൽ അവൾ അവനെ നോക്കി യാചനയോടെ. അപ്പോൾ തന്നെ അവളെ ഊക്കോടെ കിടക്കയിലേക്ക് പിടിച്ച് തള്ളിയിരുന്നു. ഇനിയും അനുഭവിക്കണം നീ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇങ്ങനെ തളർന്നു പോവാതെ. അത്രയും പറഞ്ഞുകൊണ്ട് ക്രോധം നിറഞ്ഞു വലിഞ്ഞു മുറിയ മുഖവുമായി പുറത്തേക്ക് പോകുന്നവനെ നോക്കി തന്റെ നശിച്ച ജന്മമോർത്ത് സ്വയം പഴിച്ചു. ഒരേ സമയം സങ്കടവും ദേഷ്യവും തോന്നിപ്പോയി. ആരുമില്ലാത്ത അനാഥ ജന്മം, ഒരിക്കൽ പോലും സന്തോഷം എന്തെന്നറിയാത്തവൾ. ഓർമ്മകളിൽ നിന്ന് തിരികെ എത്തുമ്പോൾ അവൻ നൽകിയ കറുത്ത നിറം പടർന്ന ഭയം കുമിഞ്ഞുകൂടിയ രാത്രികൾ മുന്നിലേക്ക് കടന്നു വന്നു. മറക്കാൻ കഴിയാതെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട് തുടർന്ന് അവന്റെ കൂടെ ജീവിച്ചു തീർത്ത ശവതുല്യമായ ജീവിതം. വീണ്ടും നിറയുന്ന മിഴികളെ തുടച്ചു മാറ്റുമ്പോഴും വിദ്യുതിന്റെ ഇപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു വരുണി. അവന്റെ ഉള്ളം മുഴുവൻ അവൾക്ക് ചുറ്റും പാറിപ്പറന്നു. പൂ പോലൊരു പെണ്ണ്, എന്തിനായിരുന്നു അതിനോട് ഈ ക്രൂരത? നീചനാണ് താൻ, ഉള്ളിരുന്ന് ആരോ പറയും പോലെ. സത്യമല്ലേ ഇത്? അമ്മയുടെ ചോദ്യമാണ് തന്നിലെ മൃഗത്തിന്റെ ക്രൂരത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി തന്നത്. അമ്മയുടെ വാക്കുകൾ ഓരോന്നും തന്നിൽ തറക്കുന്ന മുള്ളുകളായിരുന്നു. വിച്ചു, നീ അവളെ നിന്റെ ഭാര്യയായിട്ട് കണ്ടില്ലേരും, അടിമയായിട്ട് കാണാതിരുന്നാൽ മതി. ഇന്നേ വരെ അവളെ ഒന്ന് ശബ്ദമുയർത്തി പോലും നീ കണ്ടിട്ടുണ്ടോ? ഒരു പരാതിയോ പരിഭവമോ അവളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? എന്നോ മരിച്ചുപോയവൾക്ക് വേണ്ടി സ്വന്തം ഭാര്യ അവഗണിക്കുന്ന, ദ്രോഹിക്കുന്ന നീയൊക്കെ ഒരു മനുഷ്യനാണോ? അവൾക്ക് വേദനിച്ചാൽ നിനക്കൊന്നുമില്ല, പക്ഷെ ഭൂമിയിൽ ഇല്ലാത്തവൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടി. എൻ്റെ മോൻ പ്രാന്തനായത് ഞാൻ അറിഞ്ഞില്ല. തെറ്റ് എൻ്റേതാ. ഞാൻ കാരണം വരുണി ഈ നരകത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. പാപിയാണ് ഞാൻ. സ്വന്തം മകനെ നന്നാക്കാൻ മറ്റൊരു പെൺകുട്ടിയെ കരുവാക്കി. എൻ്റെ നിർബന്ധം, പിടിവാശി, ഇതെല്ലാം കാരണം ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം തകർന്നടിഞ്ഞത്. വരുണിയുടെ സ്ഥാനത്ത് ചൈത്രയായിരുന്നെങ്കിൽ നീ അവളൊന്ന് നുള്ളി നോക്കിയെങ്കിലും ചെയ്യുമായിരുന്നോ? വരുണി അനാഥ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളായതുകൊണ്ടല്ലേ നീ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം? അവരും നിർത്തി അവൻ്റെ മുഖഭാവം നോക്കി. നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതെല്ലാം എങ്ങനെ അറിഞ്ഞുവെന്ന്. മുറിക്ക് പുറത്തേക്ക് നിന്റെ ഒച്ച ഉയർന്നപ്പോൾ വരുണിയെ തേടിയെത്തിയ ഞാൻ യാദൃച്ഛികമായി കേട്ടതാ എല്ലാം. ദേഷ്യം സ്ഫുരിക്കുന്ന ഭാഗത്തോട് അവർ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ തല താഴ്ന്നിരുന്നു.
തൻ്റെ മനസ്സിനെ ഇപ്പോൾ ചൈത്രയുടെ ഓർമ്മകൾ ഭരിക്കുന്നില്ല. അവളോടുള്ള പ്രാന്തമായ പ്രണയം ഇപ്പോൾ ഇല്ല. എങ്കിലും അവളുടെ ഓർമ്മകൾ തന്നെ വിട്ടുപോയിട്ടില്ല. പക്ഷേ ചൈത്രയെക്കുറിച്ചിപ്പോൾ അധികം ഓർക്കാറില്ല. അവളെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും 10 മടങ്ങ് ശക്തിയോടെ വരുണിയുടെ മുഖം മാത്രം തെളിയുന്നു. അതെന്തുകൊണ്ടാണ്? പ്രണയിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ടു തുടങ്ങി, അതോ സഹതാപമാണ് അവളോട്? ചൈത്രയേക്കാൾ മനസ്സിലിപ്പോൾ വരുണിയാണ്. അറിയില്ല തനിക്ക് എന്താണെന്ന്. വരുണി, നീ എന്തിന് എന്നിലേക്ക് വന്നു? നിന്നോട് തരും പോലും കരുണ കാട്ടാത്ത എന്നോട് ഓർക്കാൻ കഴിയുമോ? വീണ്ടും വീണ്ടും ഇതേ ചോദ്യം അവൻ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആർത്തലച്ച് പെയ്യുന്ന തുലാമഴ നോക്കി നിൽക്കുമ്പോൾ അവന് വരുണിയോടുള്ള കുറ്റബോധം ഉള്ളിൽ കുമിഞ്ഞുകൂടി. മഴത്തുള്ളികളെ കയ്യിലെടുത്തുകൊണ്ട് മെല്ലെ മൊഴിഞ്ഞു. വരുണി, മഴയുടെ ദേവത, നീ എന്നെ സ്നേഹിക്കില്ല വരുണി? മഴയിലേക്ക് കണ്ണു നട്ട് വെറുതെ ചോദിച്ചു. വരുണിയിലൂടെ അവൻ മനസ്സിലാക്കുകയായിരുന്നു മനസ്സിനേറ്റ മുറിവുണങ്ങാൻ പാടാണെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. അതിനിടയിൽ അവൻ്റെ ആഗ്രഹം പോലെ അവൾക്കുള്ളിൽ അവൻ്റെ അംശം തളിരിട്ടു. പക്ഷെ വരുണിയിലൊരു മാറ്റവും ഉണ്ടായില്ല. അവൾ പഴയ പോലെ തന്നെ തുടർന്നു. അവനോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത വരുണി അവനുള്ളിൽ നിരാശ നിറച്ചു. പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുതരാം എന്നവൻ അവന് മുന്നിൽ തുറന്നടിച്ച് പറഞ്ഞപ്പോൾ അവന് പിന്നെ സംസാരം പോലും വിലക്കപ്പെട്ടു. ദിവസങ്ങൾ കഴിയും തോറും അവൾ അകന്നുകൊണ്ടിരുന്നു. നിങ്ങളിനി എന്തൊക്കെ നാടകങ്ങൾ ഇറക്കിയാലും മാറാൻ ശ്രമിച്ചാലും എന്നോട് ചെയ്തതിനും പുറത്തുതരാൻ എനിക്ക് കഴിയില്ല. പറഞ്ഞതോ പ്രവർത്തിച്ചതോ മറന്ന് നിങ്ങൾക്കൊപ്പം സ്നേഹിച്ചു കഴിയാൻ എനിക്കിനി സാധിക്കില്ല. ഞാൻ മരിക്കും വരെ നിങ്ങളുടെ ഭാര്യയായിരിക്കും. പക്ഷെ എനിക്ക് ആദ്യം നിന്ന സ്ഥാനം എങ്ങനെയാണോ അങ്ങനെ മതി. ഇനി തുടർന്നു. നിങ്ങൾക്ക് ഞാനൊരു ശരീരം മാത്രമായിരുന്നു, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വരുണി അന്നും ഇന്നും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ കേട്ടതും കിട്ടിയത് അനുഭവിച്ചൊക്കെ പഴി മാത്രം. നിങ്ങൾ കിട്ടിയ താലിയുടെ ബലം നിങ്ങൾക്ക് കാണിക്കാം. ഇത്ര നാളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോയി എൻ്റെ പൊട്ടബുദ്ധിക്ക്. പക്ഷേ ഇപ്പം എനിക്കെല്ലാം ബോധ്യമാണ്. എൻ്റെ ഉദരത്തിൽ വളരുന്ന നിങ്ങളുടെ മാത്രം രക്തമല്ല, എൻ്റെയും കൂടിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായി നിങ്ങൾക്ക് എന്നും സ്ഥാനം ഉണ്ടാവും. പക്ഷേ വരുണിയുടെ ഉള്ളിൽ നിങ്ങളൊരു കറുപ്പ് നിറഞ്ഞ അധ്യായമാണ്. ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഒരുപാട് വേദനകൾ സമ്മാനിച്ച വ്യക്തിയുടെ അടഞ്ഞ അധ്യായം. അങ്ങനെ ഒരാൾ എങ്ങനെ സ്നേഹിക്കും? എന്നോട് ചെയ്ത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ്. ഏറ്റു പറഞ്ഞാലോ കരഞ്ഞാലോ തീരാത്ത. അത് മറക്കാനോ ക്ഷമിക്കാനോ ഈ വരുണിക്കാവില്ല. വരുണിയുടെ ഉള്ളിലെ പ്രണയം അതെന്തോ മരിച്ചു. കറുപ്പ് നിറഞ്ഞ ആ പ്രണയത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ കുഴിവെട്ടി മൂടി. ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം. പൊറുക്കാൻ എനിക്ക് കഴിയില്ല. എല്ലാം മറന്ന് പ്രണയിച്ച് ജീവിക്കാനും. അങ്ങനെ ചെയ്ത എന്നിലെ പെണ്ണിനോട് ഞാൻ തന്നെ ചെയ്യുന്ന അനീതിയാണ്. എൻ്റെ മനസ്സ് ഒരിക്കലും മാറില്ല. വരുണി ഇങ്ങനെയാണ്. എൻ്റെ വയറ്റിൽ ജനിച്ച കുഞ്ഞിൻ്റെ പേരിലൊക്കെ മറന്ന് ക്ഷമിച്ചു കളയാൻ ഞാൻ ഭൂമിദേവതയൊന്നുമല്ല. സാധാരണക്കാരിയായ കേവലം ഒരു പെണ്ണാണ്. അതുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. അവൾ പറയുന്നതെല്ലാം കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണ്, തെറ്റുകാരനാണ്. മിണ്ടാതെ അവളെ കേട്ടു നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളുടെ ഉദരത്തെ തേടിപ്പോയി. ഒരിക്കലും അച്ഛൻ്റെതായുള്ള ഒരു അവകാശവും നിങ്ങളിൽ നിന്ന് ഞാൻ നിഷേധിക്കില്ല. എൻ്റെ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ പോകരുത്. എന്നെപ്പോലെ അതൊരു അനാഥ ജന്മമായി മാറരുത്. അവസാനത്തെ വാചകം പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിപ്പോയി. തോറ്റുപോയവളാ ഞാൻ. ഇപ്പോഴും തോറ്റു തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ എന്ത് ഭ്രാന്തും ഇനിയും ആവാം. പിന്നീടൊന്നും പറയാൻ കഴിയാതെ അവളെ നേരിടാനാവാതെ അവൻ പുറത്തേക്ക് പോയി. അമ്മക്ക് ഒരിക്കലും നിന്റെ അച്ഛനോട് ക്ഷമിക്കാൻ കഴിയില്ല വാവേ. നിനക്ക് ഞങ്ങൾ രണ്ടുപേരും എന്നും ഉണ്ടാവും. പക്ഷെ എല്ലാം മറന്ന് പെരുമാറാൻ, സ്നേഹിക്കാൻ എനിക്കാവില്ല. എൻ്റെ ആത്മാഭിമാനം അതിനനുവദിക്കുന്നില്ല. എന്തോന്ന് പുറകിലേക്ക് വലിക്കുന്നു. ഇത്രയും ക്രൂരമായി തന്നോട് ചെയ്തതല്ല എങ്ങനെ മറക്കാനാവും? തന്നിലെ പെണ്ണിനെ ചവിട്ടിയരച്ച് അവനോട് ക്ഷമിക്കാൻ ഒരിക്കലും ആവില്ല. അങ്ങനെ ചെയ്താൽ താൻ പെണ്ണ് എന്ന വാക്കിന് അർഹയല്ല. പല രാത്രികളിലും ഓർമ്മകളുടെയും മനസ്സിൻ്റെയും വിചാരണ നേരിട്ടും വിധികാത്ത് അവൻ്റെ മുമ്പിൽ കേണു നിന്നിട്ടില്ലേ? തൻ്റെ വാദം കേൾക്കാതെ അവധിക്ക് വെക്കും പോലെ പരിഹസിച്ചിട്ടില്ലേ? ഓരോ രാത്രികളിലും അവൻ്റെ തനിയാവർത്തനം സഹിച്ച് നിന്നിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് അവൻ എന്തേ കാണാതെ പോയി? എന്തേ മനസ്സിലാക്കാതെ പോയി? അപ്പോഴും സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടല്ലേ ഉള്ളൂ. എന്നിലെ തീയും കനലും എന്നോ കെട്ടുപോയി. ഇനി ദേഹം വിട്ട് ദേഹി യാത്രയാകും വരെയുള്ള കാത്തിരിപ്പാണ്. അതിനിനി ജീവനില്ലാത്ത ഈ ആത്മാവിനുള്ളിൽ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന ചൂട് മാത്രമാണ് ബാക്കി. ബലമായി തന്നിലെ പെണ്ണിനെ അറിഞ്ഞതിനുള്ള അമർഷം നിലനിൽക്കുന്നിടത്തോളം കാലം തന്നിലെ പ്രണയത്തിനെന്നും കരുനിഴലായിരിക്കും. പ്രണയത്തോടെ കടന്നു പോവേണ്ട നിമിഷങ്ങളെല്ലാം ക്രൂരതയോടെയും പ്രതികാരത്തോടെയും നിറഞ്ഞാടിയവനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? എല്ലാം മറന്ന് വെറുമൊരു പെണ്ണാവാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞിൻ്റെ പേരിൽ താൻ അവനോട് അടുക്കുമെന്ന വിശ്വാസം അവൻ്റെ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയിൽ വീണുരുക്കാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളായിരുന്നു കടപ്പാടായി തീർന്നു. അതിന് നൽകേണ്ടി വന്ന സ്വന്തം ജീവിതവും. ചിലതെല്ലാം ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അടുക്കാൻ കഴിയാത്ത വിധം അകലാൻ. അവളുടെ മനസ്സിൽ അവനൊരിക്കലും സ്ഥാനമുണ്ടാവില്ലെന്ന് ഉറപ്പിച്ചപ്പോഴും അവളുടെ തിരിച്ചുവരവിനായി, ഒരു പിൻവിളിക്കായി മറുപുറത്ത് അവനും കാത്തിരുന്നു. വെറുതെ ഒരു മോഹം മാത്രമാവും അതെന്നറിയാതെ. ഓർത്തിരിക്കാൻ ഏറെ മുഖങ്ങളുണ്ടെങ്കിലും കാത്തിരിക്കാൻ നിന്റെ മുഖം മാത്രം.